ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തെ എപ്പിസോഡിന് മുൻപുള്ള 2 പ്രൊമോയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പതിവുള്ള ഒരു കാര്യമല്ല, എന്നാലും എപ്പിസോഡിന് മുൻപ് അതിലേക്ക് പോവേണ്ടതുണ്ട്. ആ ഒരു പ്രൊമോയിൽ കണ്ട എന്താണ്? വൈൽഡ് കാർഡ്സിൻ്റെ എൻട്രി. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ജാൻമണിയെ റോസ്റ്റ് ചെയ്യുന്ന ഒരു സെഷൻ. ആ ഒരു റോസ്റ്റിംഗ് സെഷന് അത്രയധികം തീവ്രമൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ എഡിറ്റർക്കാണ് അത്രയധികം കലിപ്പ്, ലാലേട്ടൻ അത്രയധികം കലിപ്പ് പൊതുവേ ഉണ്ടാവാറില്ല. എന്നാലും ചില ദിവസങ്ങളിൽ ഞെട്ടിക്കാറുണ്ട്. ഇന്നലെ ഞെട്ടിച്ച് കളഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞെട്ടിച്ച് കളഞ്ഞു. ഈ വൈൽഡ് കാർഡുകൾ വരുന്ന സമയത്ത് ഒരു മടിയും വിചാരിക്കേണ്ട. ഇത് കാണുന്ന പ്രേക്ഷകന് ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ട്. നമ്മളെല്ലാം ഇതിനകത്തൊരു ഗെയിമേഴ്സിനെ പോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് ഈ ഒരു ഗെയിമിനെ നോക്കിക്കാണുന്നത്. അത് ജെന്യുവനായിട്ട് പറയണം. ആരാണ് നിങ്ങളുടെ ടാർഗറ്റ്? എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇന്ന ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കണം, അവരെ മാക്സിമം പ്രഷറിലേക്ക് കൊണ്ടുപോകണം, അവരുടെ അടുത്തുനിന്ന് വേറൊരു ഗെയിം വരേണ്ടതുണ്ട്, അവരൊരു കംഫർട്ട് സോൺ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് പറയട്ടെ. അതിൽ ഒന്നാമത്തേത് ജാസ്മിൻ, രണ്ടാമത്തേത് ഗബ്രി, മൂന്നാമത്തേത് ഋഷി, പിന്നെ ജിൻഡോ, ജാൻമണി. ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷേപം നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളും ഇവരെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവരുടെ ഒരു കംഫർട്ട് സോണിലെ ഗെയിമിനെ പൊളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന വൈൽഡ് കാർഡ്സിനെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിരിക്കുന്നത്. ആ ഒരു അവസരത്തിലേക്കാണ് ബിഗ് ബോസിൻ്റെ ആദ്യ പ്രൊമോ വരുന്നത്. വൈൽഡ് കാർഡുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊമോ ഇതാണ്. ഇത് കാണിക്കാൻ വഴിയില്ല, ഞാനൊന്ന് കണ്ടിട്ട് പറയാം. ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: കളികളുടെ ഗതി മാറ്റാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരുന്നവർ ആരൊക്കെ, എത്ര പേർ, ആരൊക്കെയാണ് എന്നുള്ളതും എത്ര പേരുണ്ട് എന്നുള്ളതും പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. പിന്നെ എത്ര പേരുണ്ട് എന്നുള്ളത് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊമോയിൽ 3 ആളുകളെയാണ് കാണിക്കുന്നത്. വെല്ലുവിളികളെ നേരിടാനും അതിജീവനത്തിന്റെയും തന്ത്രങ്ങളുടെയും ഗെയിമിൽ വലിയ വലിയ കളികൾ കളിച്ച് മുന്നേറാൻ തയ്യാറായി പുതിയ മുഖങ്ങൾ കടന്നു വരും. ആവേശവും വിനോദവും കലർന്ന പുതിയ ഊർജം പകരുമെന്ന് ഉറപ്പാണ്. ജിൻഡോ, ഋഷി, ഗബ്രി, ഈ 3 ആൾക്കാരെ വൈൽഡ് കാർഡായിട്ട് വന്ന ആളുകൾ ഹാരം അണിയിക്കുകയാണ്. എന്തിനാണ് എനിക്ക് ഹാരം അണിയിക്കുന്നത് എന്നുള്ളത് എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 3 ആൾക്കാരും ഒരു കോമൺ ടാർഗറ്റാണ്. ഈ 3 ആൾക്കാരുടെ അടുത്തും ഇറക്കാൻ പോകുന്ന ഗെയിം എന്താണെന്നുള്ളത് ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജാസ്മിൻ, ഗബ്രി, അപ്പോൾ ആ ഒരു കോംബോ ഉണ്ട്. ആ ഒരു കോംബോ ഹൗസിൽ ഭയങ്കര കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജാസ്മിൻ ഗബ്രി കോംബോയെ പ്രേക്ഷകർക്കും ഇഷ്ടമില്ല. ഒരു ഈസി ഗെയിമാണത്. ജാസ്മിൻ ഗബ്രിക്ക് എതിരെ ഗെയിം കളിച്ച് ആ ഒരു കോംബോയിൽ വിള്ളലുണ്ടാക്കിയാൽ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കും. അവരെ മാക്സിമം സമ്മർദ്ദത്തിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, അവരെ ആ ഒരു കോർണറിലേക്ക് വിടാതിരുന്നു കഴിഞ്ഞാൽ അവിടെ വലിയ സാധ്യതയാണ് ഒരു വൈൽഡ് കാർഡിന് ഉള്ളത്. അപ്പോൾ ആ ഒരു സാധ്യതയെ പരിഗണിക്കുന്ന സമയത്ത് ഇവർ ജാസ്മിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ജാസ്മിനെയും ഗബ്രിയെയും ആ ഒരു കോംബോയെയും ഒന്നിച്ചെടുത്ത് ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ സദാചാരം വന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സീനാണ്. ബാക്കിയുള്ള ആളുകൾ അതിലൊരു സാധ്യത കണ്ടെത്തി ഇവർക്കെതിരെ ഗെയിം കളിക്കും. ഇവിടെ ശരിക്കും ഗബ്രിയുടെ ബലമില്ലായ്മ, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ, അതിനെയായിരിക്കും ഈ വൈൽഡ് കാർഡായിട്ട് വന്ന ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗബ്രിയിൽ ഒരു ഈഗോയുടെ ചില സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ തകർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഗബ്രിക്ക് ഈഗോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ ഗബ്രിക്ക് ചെറിയ രീതിയിലൊരു എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ ജാസ്മിൻ ഗെയിം പ്ലാൻ നടത്തി ഗബ്രി അതിൻ്റെ കൂടെ കൂടുന്ന സാഹചര്യങ്ങളും ഗബ്രിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ജാസ്മിനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഗബ്രിക്ക് അതൊരു വലിയ ഡൗൺ ആണ്. അതേപോലെ വൈൽഡ് കാർഡുകൾ ഇവിടെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ഷുവറായിട്ടുള്ളൊരു സംഗതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പേടിയാണോ, വയ്യേ? ഗബ്രിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ വയ്യാത്തതുകൊണ്ടാണോ ജാസ്മിനെ താങ്കൾ ഇതിനകത്ത് ഇടപെടുന്നത്? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ തീരെ വിശ്വാസമില്ലല്ലേ എന്നൊക്കെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കോമ്പോനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഗബ്രിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഗെയിം എന്ന് പറയുന്നത് തനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, താൻ ഇതിനകത്ത് ഭയങ്കര ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഗബ്രി, ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല. തനിക്ക് ഒരു ഷീൽഡായിട്ട് നിൽക്കുന്ന ആളാണ് ജാസ്മിൻ എന്നൊക്കെ ഇവർ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോംബോയിൽ ഗബ്രി എത്രത്തോളം ആഗ്രഹിക്കുന്നില്ല എങ്കിലും ബ്രേക്ക് വരും. ഗബ്രി തന്നെ ചിലപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കും. ഈ കഴിഞ്ഞ ദിവസം ഗബ്രി എന്തുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിനോട് യോജിക്കാതിരിക്കുന്നത്?
കാരണം ഗബ്രിയുടെ ഈഗോയെ അത് ഹേർട്ട് ചെയ്തിട്ടില്ല. കാരണം ജാസ്മിൻ അത്രയധികം താഴ്ന്നു നിന്നിട്ടാണ് ഗബ്രിയെ കൈകാര്യം ചെയ്യുന്നത്. ഗബ്രി അത്രയധികം എന്താ പറയുന്നത് കൂളായിട്ടുള്ളൊരു മച്ചാനാണോ? അല്ല. കാരണം ഗബ്രി ഇടയ്ക്ക് ഓരോ പ്രണയ കഥകളൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗബ്രി എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് തള്ളാണ് എന്നൊക്കെ ജാസ്മിൻ ഒരിടയ്ക്ക് പറഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖമൊക്കെ മാറുന്നുണ്ടല്ലേ. ഗബ്രി എല്ലാം പറയുമ്പോൾ ഗബ്രി പറയുന്നതെല്ലാം ഭയങ്കരമാണ് എന്ന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ ഈഗോ ഹേർട്ടാവും. ഗബ്രിക്കെതിരെ ആര് സംസാരിച്ചാലും ഗബ്രിയുടെ ഈഗോ ഹേർട്ടാവും. അല്ലാതെ അതിലൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അങ്ങനെ കളിക്കാൻ പാടില്ല, അത് നിങ്ങൾ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ലാലേട്ടനോടല്ലാതെ ഗബ്രി എവിടെയെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ജാസ്മിൻ പലപ്പോഴും ഗബ്രിയുടെ ഈ ഒരു വീക്കായിട്ടുള്ള അപ്രോച്ച് കാരണം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് പല കാര്യങ്ങളും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യും. പിന്നെ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് കാരണം പറഞ്ഞായിരിക്കും? ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷ വെച്ചിട്ട് തന്നെയായിരിക്കും. അയാൾ പെരുമാറുന്ന സമയത്തും എല്ലാം അത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട്, അവരും ഈ കണ്ടസ്റ്റൻസിലെ സ്ത്രീകളെ ഭയങ്കരമായിട്ട് വിക്ടിമാക്കിയിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഷെയിം ചെയ്തിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ജിൻഡോയ്ക്ക് കേരളത്തിലുടനീളം ജിമ്മുകളുണ്ട്. ഇപ്പം ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ജിം എല്ലായിടത്തും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ജിമ്മിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സെലിബ്രിറ്റി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരെല്ലാം ജിൻഡോയുടെ കസ്റ്റമേഴ്സാണ്, ജിൻഡോയെ രാജാവായിട്ട് കാണുന്നവരാണ് എന്നുള്ളതാണ് ജിൻഡോയുടെ പക്ഷം. ജിൻഡോയോടൊപ്പം ശരണ്യ ഒരു വീഡിയോയിൽ പങ്കെടുത്തതിനെ വെച്ചിട്ട് ഗെയിം കളിക്കാനായിട്ട് ജിൻഡോയുടെ ഫാൻസ് പുറത്ത് ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഗെയിം പുറത്തുനിന്ന് ഇപ്പോൾ വരുന്നത്? ഇതെല്ലാം പ്ലാൻഡ് ആണ്. ജിൻഡോയ്ക്ക് പുറത്ത് ടീമുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്, പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ ആ ഒരു ടീമാണ് ഈ പറയുന്ന വെളുപ്പിക്കൽ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരണ്യ ജിൻഡോടൊപ്പം നിൽക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് ഇടുന്നതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ്? ജിൻഡോയുടെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ശരണ്യ കഴിഞ്ഞ ദിവസം എടുത്ത് പറഞ്ഞു. അതിനെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, അത് ഗെയിമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിടുന്നത്. ജിൻഡോയ്ക്കെതിരെ ആര് ഗെയിം കളിച്ചാലും ഒരു ഗെയിമാണെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള തീവ്ര ശ്രമം പുറത്ത് നടക്കുന്നുണ്ട്. ഈ ജിൻഡോയെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം കേട്ടു. ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരെല്ലാം ബിഗ് ബോസിൽ ജിൻഡോയെ തോപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണോ? അല്ല. ജിൻഡോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു അവസരം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊണ്ടുചെല്ലുന്നു. എന്നിട്ട് ജിൻഡോ ആ സംവിധായകനോട് പറയുകയാണ് ഈ ഒരു പെൺകുട്ടി ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും റെഡിയാണ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് കോച്ച് പോലെയുള്ള ഒരു കാര്യത്തിന് ഒരു പ്രേരണ നൽകുകയാണ് അവിടെ ജിൻഡോ ചെയ്തത്. അപ്പോൾ അത് ഒരാൾ വെറുതെ വന്നിട്ട് ആരോപിക്കുന്നതല്ല, ഒരു സംവിധായകൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം വെച്ച് അദ്ദേഹത്തിൻ്റെ വോയിസിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. ഇത് പുറത്തുനിന്ന് പോയിട്ടുള്ള വൈൽഡ് കാർഡ്സിന് അറിയാം, ഇത് അകത്തൊരു ഗെയിമായിട്ട് വരില്ല. പക്ഷേ അവർ എപ്പോഴും കണ്ണു നട്ട് കാത്തിരിക്കും ജിൻഡോയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയും ജിൻഡോയുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയും. പിന്നെ ഋഷി ഒരു ഈസി ടാർഗറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഋഷി ഭയങ്കര വീക്കാണ്. ഇപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നിട്ടൊരു ഡ്രാമ കാണിക്കും. ഡ്രാമയല്ല, പുള്ളി ജെന്യൂനായിട്ട് കാണിക്കുന്ന കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഋഷിയെ 2 നോമിനേഷനിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ തീരുന്ന കളിയേ ഉള്ളൂ ഋഷിയുടെ. അതേപോലെ ഋഷിയെ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞാൽ, ഋഷിയുടെ ടീം പൊട്ടിച്ചു കഴിഞ്ഞാൽ, അൻസിബയായിട്ടുള്ള കംഫർട്ട് സോൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ ഋഷിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നാളെ ഋഷി അൻസിബയ്ക്ക് നേരെ ഇങ്ങനെ പല്ലിറുമ്മി കൈ ചൂണ്ടി ഡയലോഗ് പറയുന്ന ഒരു അവസരം. കാരണം ഋഷി അത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആവും. ആര് പറഞ്ഞാലും ഋഷി ഇൻഫ്ലുവൻസ്ഡ് ആവും. എസ്പെഷ്യലി സ്ത്രീകളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി ഈസിലി ഇതാവും. കാരണം ഋഷി പറയുന്ന ഒരു സംഭവമുണ്ട്, ഗബ്രി പാവമാണ്, ജാസ്മിനാണ് ഗബ്രിയെ കൊണ്ടുപോയത്, അർജുൻ പാവമാണ്, ഇപ്പോൾ അർജുൻ മോശക്കാരനായത് ശ്രീതു അപ്സര അവരുടെ ഒരു ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഋഷി. ഇങ്ങനെയുള്ള 3 പേരിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ആഴ്ച ഒരു ഗെയിം വരുന്നത്. പിന്നെ ശ്രീരേഖയ്ക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിന്ന യമുന പോയി. പിന്നെ നോറ എന്ത് ചെയ്യാനാണ്? നോറ സ്വയം പണികളെടുത്ത് പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് പറയുക, വൈൽഡ് കാർഡ് എക്സ്പെക്റ്റേഷൻസ് പറയുക. നന്ദി.